നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അപ്പോൾ കേവലമായ ചൈതന്യത്തിൽ നിന്ന് മാത്രമേ സൃഷ്ടി സംഭവിക്കൂ. ജഡാത്മകമായ പരമാണുക്കളിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ അചേതനമായതിൽ നിന്നോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഒരു കാര്യം രൂപപ്പെടുന്നതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ആവശ്യമാണ്. ഒരു കാര്യം രൂപപ്പെടാൻ എന്ത് വേണം? കാരണങ്ങൾ ആവശ്യമാണ്. എന്തൊരു കാര്യമുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. കാര്യകാരണ ബന്ധം അതാണ്. അപ്പൊ ആ വ്യത്യസ്തങ്ങളായ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ആ രണ്ട് വിഭാഗങ്ങളാണ് എന്ത്? ഒന്ന് ഉപാദാന കാരണം എന്ന് പറയും, രണ്ടാമത്തേത് നിമിത്ത കാരണം എന്ന് പറയും. എന്തൊക്കെയാണ്? ഉപാദാന കാരണവും നിമിത്ത കാരണവും. വേദാന്തം പഠിക്കുന്ന വേദാന്ത വിദ്യാർത്ഥികളായിരിക്കുന്നവര് അവശ്യം മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. എന്താണ് ഉപാദാന കാരണവും നിമിത്ത കാരണവും? ഏതൊരു കാരണമാണോ കാര്യമായിട്ട് പരിണമിക്കുന്നത് അതിന് ഉപാദാന കാരണം എന്ന് പറയും. ഏതൊരു കാരണമാണോ കാര്യമായിട്ട് പരിണമിക്കുന്നത് അതാണ് എന്ത്? ഉപാദാന കാരണം. ഉദാഹരണം, നമ്മൾ അരി വേവിച്ച് ചോറാക്കി എന്ന് പറയുന്നു. അരി വേവിച്ചിട്ട് ചോറാക്കുന്നു. ഇവിടെ അരി വേവിച്ച് ചോറാക്കി എന്ന് പറയുന്നിടത്ത് ചോറെന്നുള്ള കാര്യത്തിന് കാരണം എന്താണ്? അരിയാണ്. അരി കഴുകി അടുപ്പത്തിട്ട് വേവിച്ചപ്പോഴല്ലേ ചോറായത്. അപ്പൊ ചോറെന്നുള്ള കാര്യം ഉണ്ടാവാൻ കാരണം എന്താണ്? അരിയാണ്. അപ്പൊ അവിടെ ഉപാദാനം അരിയാണ്. എന്നാൽ അരി ഒരിക്കലും തനിയെ ചോറാവില്ല. അരി തനിയെ ചോറാവുമോ? ഇല്ല. അതിൽ വെള്ളം വേണം, പാത്രം വേണം, ചൂട് വേണം, അല്ലേ? പണ്ടൊക്കെ തീ വേണം എന്ന് പറയുമായിരുന്നു. ഇന്നിപ്പം തീ വേണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ചൂട് വേണം എന്ന് പറഞ്ഞു. ഒക്കെ ഗ്യാസല്ലേ. ഇപ്പൊ വെള്ളം, പാത്രം, ചൂട് എന്നിവ എന്താണ്? നിമിത്തങ്ങളാണ്, നിമിത്ത കാരണങ്ങളാകുന്നു. അതേപോലെ തന്നെ പാകം ചെയ്യാൻ ഒരാളും വേണം. അയാളും എന്താണ്? നിമിത്ത കാരണമാണ്, നിമിത്തമാണ്, നിമിത്ത കാരണം, നിമിത്തമാണ്. അപ്പോ ഈ പാകം ചെയ്യാൻ പോകുന്ന ആളും എന്താണ്? നിമിത്ത കാരണമാണ്. അയാളെ നിമിത്ത കാരണമായിട്ട് കാണാം. ഇവിടെ ഈശ്വരന്റെ അനന്യശക്തിയാണ് മായ എന്നും, ആ മായ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈശ്വരന്റെ അനന്യശക്തി മായ, പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഈശ്വരൻ. മായ എന്ന് ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഈശ്വരൻ മായ എന്ന് വേർതിരിച്ച് പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ എവിടെയൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം ഈശ്വരൻ മായ എന്ന് നമ്മൾ വേർതിരിച്ച് പറയുന്നത് എന്തിനാണ്? കേവലമായ ഈ അനന്യശക്തിയായ മായ സത്വരജസ് തമോ ഗുണാത്മിക കൂടിയാണ്. സത്ത്, രജസ്, തമസ് തുടങ്ങിയിട്ടുള്ള ഗുണത്തോട് കൂടിയിട്ടുള്ളതാണ് ആര്? മായ. അപ്പോൾ ഇങ്ങനെ ഈശ്വരൻ മായ എന്ന് വേർതിരിച്ച് പറയുന്നത് ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ത്രിഗുണാത്മികയായ മായയുടെ സത്വപ്രധാനമായ ഭാവമാണ് വിദ്യ എന്ന് പറയുന്നത്. വിദ്യ മായയുടെ സത്വപ്രധാനമായ ഭാവമാണ്. ഇനി
അതിലെ ഒരു മലിന സത്വപ്രധാനമായ ഭാവം എന്ന് പറയും അവിദ്യ. തമസ് പ്രധാനമായ ഭാവമാണ് പ്രകൃതി. അപ്പൊ ഇവ മൂന്നും എന്താണ്? മായ തന്നെയാണ്. പരമാത്മാവിന്റെ അഭിന്ന ശക്തിയായിരിക്കെ തന്നെ പരമാത്മാവിനെ വിശദീകരിക്കാനുള്ള വിശേഷ സാമർഥ്യം മായയിൽ സ്വതസിദ്ധമായിട്ടുണ്ട്. പരമാത്മാവിന്റെ അഭിന്ന, അതായത് ഭിന്നമല്ലാത്ത ശക്തിയായിരിക്കുകയാണ് ആര്? മായ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പരമാത്മാവിനെ ഒരു വിശദീകരിക്കാനുള്ള വിശേഷ സാമർഥ്യം മായയിൽ സിദ്ധമായിട്ടുണ്ട്. അപ്പോൾ ഈ അഭിന്നമായ സത്വപ്രധാനമായ പ്രകൃതിയോട് ചേർന്ന് അഭിന്ന നിമിത്ത കാരണമായി ബ്രഹ്മം തീർന്നു. ഈ അഭിന്നമായ തമപ്രധാനമായ പ്രകൃതിയോട് ചേർന്ന് അഭിന്ന ഉപാദാന കാരണമായിട്ട് ബ്രഹ്മം തീർന്നു. അപ്പൊ തീരുക എന്നത് പ്രക്രിയയ്ക്ക് വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമാണ്, അല്ലാതെ തീരുക എന്ന ഒന്നില്ല. സത്യസ്വരൂപം അപ്രകാരം തന്നെ നിലകൊള്ളുകയാണ്. അത് തീരുകയോ ലയിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല, അത് പരിവർത്തനരഹിതമാണ്. അങ്ങനെ സ്വാഭാവിക ഭാവത്തെ പ്രാപിച്ച് ഈ സമ്പൂർണമായ വൈവിധ്യങ്ങളുടെയും ഭാവങ്ങളിൽ പ്രകടമാകുന്നു. ഏത് വൈവിധ്യ ഭാവത്തിൽ പ്രകടമാകുമ്പോഴും സത്യം സത്യം മാത്രമാണ്. കണ്ണാടിയുടെ പ്രതല ഭേദത്തിനനുസരിച്ച് ഏകനും അദ്വിതീയനുമായ സൂര്യൻ നീണ്ടിട്ടും കോടിയിട്ടും ചതുരമായിട്ടും പച്ച കളറിലും നീല കളറിലും തുടങ്ങിയ അങ്ങനെയുള്ള കളറിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ? ഒരു മ്യൂസിയത്തിൽ പലതരത്തിലുള്ള കണ്ണാടികൾ പതിച്ചത് കാണാൻ ഇടയായി. അവിടെ നോക്കിയപ്പോൾ ഓരോ കോണിൽ നിന്ന് നോക്കുമ്പോഴും നമ്മളുടെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നീണ്ടിട്ടാണ്, ചിലപ്പം രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കാണും. ഒന്നും വേണ്ടാന്നേ, മ്യൂസിയത്തിലൊന്നും വേണ്ട, നമ്മൾ ബാർബർ ഷോപ്പിൽ പോയാൽ മതി. പലതരത്തിലൊക്കെ കാണാം. ചിലപ്പോൾ അല്ലെ കോർണറിലൊക്കെ വെച്ച കണ്ണാടിയിലൊക്കെ നോക്കിയാൽ. അപ്പൊ ഇതെല്ലാം സ്വാഭാവിക ഭാവത്തിന്റെ വിശേഷമാണ്, അല്ലാതെ അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രൂപത്തിന് മാറ്റമല്ലല്ലോ. എന്നാൽ അതിനോട് നമ്മൾ താതാത്മ്യപ്പെട്ടാൽ വേവലാതിയായി. എന്തിനോട് താതാത്മ്യപ്പെട്ടാലും വേവലാതിയാണ്, എന്തിനോടായാലും. അപ്പൊ സ്വാഭാവികമായ ഭാവത്തിൽ മലിനസത്വ പ്രധാനമായ അവിദ്യയോട് ചേർന്ന് ജീവഭാവത്തിലും ശുദ്ധ സത്വപ്രധാനമായ വിദ്യയോട് ചേർന്ന് ഈശ്വരഭാവത്തിലും തമപ്രധാന പ്രകൃതിയോട് ചേർന്ന് പ്രപഞ്ചഭാവത്തിലും കാണപ്പെടുന്ന തത്വം ഏകമാണ്, അദ്വൈതമാണ്. മനഃ സൈവേദമാപ്തവ്യം നേഹ നാസ്തി കിഞ്ചന എന്ന് വേദം പറയും. ഗുരുശാസ്ത്രങ്ങളാൽ സംസ്കൃതമായ മനസ്സുകൊണ്ട് ഇത് അറിയേണ്ടതാണ്. നേന നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ എന്നർത്ഥം. ജീവനെന്നും ജഗത്തെന്നും ഈശ്വരനെന്നും തോന്നുന്നത് പലതല്ല. ഇത് സംസ്കൃതമായ മനസ്സുകൊണ്ടേ അറിയാൻ പറ്റൂ എന്ന് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ കാണപ്പെടുന്നതേ അറിയാൻ കഴിയൂ, കാണപ്പെടുന്നതൊക്കെ വെവ്വേറെയാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അഭിന്നമായ ഉപാദാന കാരണമായും നിമിത്ത കാരണമായും സത്യം ഒന്നാണ് എന്നുള്ളതാണ് വേദാന്തം. അഭിന്നമായ ഉപാദാന കാരണം നിമിത്ത കാരണമായും ഒക്കെയുള്ള സത്യം ഒന്നാണ്. ഈ വേദാന്ത സാരമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പറയുന്നത്. ഈ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും എന്ന് പറയും. തമോ ഗുണപ്രധാനമായ മായയോട് ചേർന്ന് സൃഷ്ടിയാകുന്നതും നീ തന്നെ, സൃഷ്ടാവാകുന്നതും നീ തന്നെ. സൃഷ്ടിയുണ്ടെങ്കിലല്ലേ സൃഷ്ടാവുള്ളൂ, സൃഷ്ടിയില്ലെങ്കിൽ സൃഷ്ടാവില്ല. അപ്പൊ സൃഷ്ടി ഉണ്ടാകുന്നു എന്നുള്ളത് ആപേക്ഷികമാണെങ്കിൽ സൃഷ്ടാവ് ഉണ്ടാകുന്നു എന്നുള്ളതും ആപേക്ഷികമാണ്.
നിരപേക്ഷമായി സൃഷ്ടിയുമില്ല സൃഷ്ടാവുമില്ല. അപ്പോൾ നിരപേക്ഷമായിട്ട് എന്താണുള്ളത്? അജോ നിത്യ ശാശ്വതോയം പുരാണ, ജന്മരഹിതമാണ്, എന്നും നിലനിൽക്കുന്നവനാണ്, പരിണാമരഹിതനാണ്, ഇവൻ എന്നും കാലാതീതനാണ്. സദേവ സത്യം, സദേവ സത്യം, സത്യം തന്നെ സത്യമായിട്ടുള്ളത്. ഏകമേവാദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്തതാണ് ഏകം. ഇതന്നെയാണ് സത്യം. വ്യാവഹാരികമായിട്ട് സൃഷ്ടിയുമുണ്ട്, ബ്രഹ്മാവുമുണ്ട്. പ്രകടമാവുന്നതിന് മുൻപ് സൃഷ്ടാവിലായിരുന്നു ഈ സൃഷ്ടി. സൃഷ്ടാവിൽ സങ്കല്പ രൂപത്തിൽ ഉണ്ടായിരുന്നതാണ് സൃഷ്ടിയായിട്ട് ലോകത്തിലും പ്രകടമാകുന്നത്. അപ്പോ സങ്കല്പരൂപമായിരുന്നത് സൃഷ്ടിയായിട്ട് പരിണമിച്ചു. സങ്കല്പത്തെ കൊണ്ട് സൂക്ഷ്മ സൃഷ്ടി ചെയ്താൽ അതിനെ തന്നെ തന്റെ അനന്യശക്തിയായ മായയെ, പ്രകൃതിയെ സ്വീകരിച്ച് ദൃശ്യപ്രപഞ്ചമാക്കി. അതിനാൽ വേദാന്തം പറയുന്ന ഇവ രണ്ടും ഭിന്നങ്ങളല്ല, സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ. സൃഷ്ടിജാലവും ഈ പ്രകൃതിയിലെ ഭൂതങ്ങളും വാസ്തവത്തിൽ ആരാണ്? ഈ ഈശ്വരൻ തന്നെയാണ്, നീ തന്നെയാണ്. സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എല്ലാ വിധത്തിലുമുള്ള നിമിത്ത ഉപാദാന കാരണങ്ങളായതും അതിനുള്ള സാമഗ്രിയായതും എല്ലാം നീ തന്നെയാണ്. നീ അല്ലാതെ ഒരു വസ്തു വാസ്തവത്തിൽ ഇല്ല. ഏത് രൂപത്തിൽ കാണപ്പെട്ടാലും വസ്തുവിന്റെ സ്വരൂപം ഏകമാണ്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നിങ്ങനെ എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉണ്ടുണ്ടല്ലോ, ഉണ്ട്, ഉണ്മ, അതല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് ഉപദേശത്ത് പ്രഖ്യാപിച്ചു, സദേവ സൗമ്യേതമഗ്രാസീ ഏകമേവ അദ്വിതീയം. ഹേ സൗമ്യ, രണ്ടാമതൊന്നില്ലാത്ത ഏകമായ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ചോദ്യം, ഇപ്പോഴും അതേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നമായ ഒരു പ്രപഞ്ചമുണ്ട്. അതിൽ നിന്നും പ്രപഞ്ചമായൊരു പ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? ആ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായ ഒരു പ്രപഞ്ചം ഉണ്ടെന്ന് നിനക്ക് തോന്നില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്രപഞ്ചാകാരത്തിൽ കാണപ്പെടുമ്പോഴും സത്യം പരിണാമരഹിതമാണ്. മണ്ണ് മണ്ണായിരിക്കെ തന്നെയാണ് സകല മൺപാത്രങ്ങളുമായിട്ട് കാണപ്പെടുന്നത്, പറയപ്പെടുന്നത്, വ്യത്യസ്ത പ്രകാരം വ്യവഹരിക്കപ്പെടുന്നത്. അത് മണ്ണല്ലാതാവുന്നില്ല. നന്നായിട്ട് മനനം ചെയ്യണം. അതായത് മണ്ണ് മണ്ണായിരിക്കെ തന്നെയാണ്, മണ്ണിന് മാറ്റം വന്നിട്ടില്ല, മണ്ണ് മണ്ണായിട്ട് തന്നെ ഉണ്ട്. എവിടെ? സകല മൺപാത്രങ്ങളിലും. മൺപാത്രങ്ങളായി കാണപ്പെടുമ്പോഴും മണ്ണ് മണ്ണായിട്ട് പാത്രങ്ങളിലൊക്കെ ഉണ്ട്. ഈ വ്യത്യസ്ത പ്രകാരം വ്യവഹരിക്കുമ്പോഴും അത് മണ്ണല്ലാതാവുന്നില്ല. അതേപോലെ ഏകമായ അദ്വിതീയമായ ആ ഒരു ഈശ്വരൻ സകല പ്രപഞ്ചമായിട്ടും മായയായിട്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്തും അത് ആ സത്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നന്നായിട്ട് മനനം ചെയ്യാം. തുടർന്ന് നമുക്ക് സൃഷ്ടാവിനെ കുറിച്ച് വീണ്ടും സംശയം തോന്നാം. സൃഷ്ടാവ് വേറെയല്ല എന്ന തോന്നൽ വീണ്ടും വരാം. അത് നമുക്ക് അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.